ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ച് കാലമായിട്ട് ഇന്ത്യയിൽ എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും അങ്ങോട്ട് ശരിയാവാത്ത ഒരു ബ്രാൻഡാണ് നമ്മുടെ ഹോണ്ട. അങ്ങനെ പറയാൻ കാരണം ഇന്ത്യയിൽ അത്യാവശ്യം പോപ്പുലറായി വരുന്നൊരു സെഗ്മെൻ്റ് ആയിരുന്നു അബവ് 4 മീറ്റർ കോമ്പാക്ട് എസ്യുവിസിൻ്റേത്. ക്രെറ്റയൊക്കെ 15,000, 16,000, 18,000 വരെയൊക്കെ വോളിയൂംസ് വിറ്റ് കാണിച്ചിട്ടുള്ള സെഗ്മെൻറ്റാണ്. അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് പോലും ഹോണ്ട ആ സെഗ്മെൻറ്റിൽ വണ്ടി ഇറക്കിയിട്ട് ഇപ്പോൾ അവർക്ക് 2,000, 3,000 വെച്ചൊക്കെ മാക്സിമം ഒരു മാസം വിൽക്കാൻ പറ്റുന്നുള്ളൂ. അതൊക്കെ പോട്ടെ, അവർ ഈ അടുത്ത് നമ്മുടെ അമേസിൻ്റെ പുതിയൊരു ജനറേഷൻ അപ്ഡേറ്റ് എന്ന് അവർ പറയുന്നു. പക്ഷേ ഒരു മേജർ അപ്ഡേറ്റ് വരുത്തി ഒരു ഫേസ് ലിഫ്റ്റ് വാഹനം ഇറക്കി. അതും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നല്ലാതെ ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള റെസ്പോൺസ് ഒന്നും അതിനും കിട്ടുന്നില്ല. അതായത് ഒരു 4,000 റേഞ്ചിലൊക്കെയാണ് ആ വണ്ടിക്കും സെയിൽ വരുന്നത്. വലിയ കുഴപ്പമില്ല. പക്ഷേ സിറ്റിയുടെ സെയിൽ ഇപ്പം വളരെ കുറവാണ്. 1,000-ന് താഴേക്കാണ് സിറ്റി മിക്ക മാസം അവർ വിൽക്കുന്നത്. സോ നമ്മൾ ഓവറോൾ സെയിൽസ് റിപ്പോർട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഹോണ്ട ഇന്ത്യയിൽ ഒരിത്തിരി അണ്ടർ പെർഫോമിംഗ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ആവണമെന്നില്ല അവരിപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒരു പുതിയ വാഹനം ഇവാലുവേഷൻ സ്റ്റേജിൽ നിർത്തിയിരിക്കുകയാണ്. അത് പുതിയ ZR-V എന്ന് പറഞ്ഞ വാഹനമാണ്. പുതിയത് മീൻസ് നമുക്ക് പുതിയതായിരിക്കും, പക്ഷേ വണ്ടി 2022 ഗ്ലോബൽ ഡെബ്യൂ നടത്തിയ വാഹനമാണ്. 2-3 വർഷത്തിനടുത്ത് പഴക്കമുണ്ട്. ഇത് നമ്മുടെ ജപ്പാൻ അതുപോലെ വേറെ കുറച്ച് ഏഷ്യൻ മാർക്കറ്റ്സിലൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് നോർത്ത് അമേരിക്കയിലുള്ള നമ്മുടെ ഒരു HR-V എന്ന് പറഞ്ഞ വാഹനമുണ്ട്. അതുമായിട്ടൊക്കെ ഇതിൻ്റെ അണ്ടർപിന്നിങ്സ് കുറച്ച് സെയിം ആണ്. ഈ വണ്ടി നമ്മുടെ 11th ജനറേഷൻ ഹോണ്ട സിവിക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമാണ്. അല്ലാതെ ഒരു ചെറിയ വണ്ടി, ഇപ്പോൾ സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള വണ്ടിയൊന്നുമല്ല, ഒരു ചെറിയ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമൊന്നുമല്ല. സിവിക് ഇൻ്റർനാഷണലി വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വാഹനമാണ്. യൂറോപ്യൻ മാർക്കറ്റ്സിലാണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ സിവിക്ക് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിന് അത്യാവശ്യം നല്ലൊരു ക്ലാസ് ഉണ്ട്. നമുക്ക് ഹോണ്ട ഇതിന് മുന്നേ സിവിക്ക് തന്നിട്ടുണ്ട്. അതും ഒരു ജനറേഷൻ അല്ല, 2 ജനറേഷൻ തന്നിട്ടുണ്ട്. 8th ജനറേഷൻ മോഡലും തന്നിട്ടുണ്ട്, അതുപോലെ 10th ജനറേഷൻ മോഡലും തന്നിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെയൊക്കെ മോശം റെസ്പോൺസ് കൊണ്ടായിരിക്കാം അവർ പിന്നീട് അങ്ങനെ സിവിക്ക് ഇന്ത്യയിൽ ഇറക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം സിവിക്ക് ഇറക്കുന്നതിന് പകരം ഈ വണ്ടി ഇറക്കാം, അതായത് അതിൻ്റെ SUV കൗണ്ടർ പാർട്ട് ഇറക്കാം എന്നുള്ള രീതിയിൽ ഹോണ്ട ആലോചിച്ചത്. ഇതിപ്പോഴും കൺഫേം ആയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇവാലുവേഷൻ സ്റ്റേജിലാണ്. ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് ഇത് ഇന്ത്യയിൽ ഇറക്കണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഇറക്കാതെ ഇരിക്കാം. ഇതിന് മുന്നേ HR-V ഇന്ത്യയിൽ ഇതുപോലെ ഇവാലുവേഷൻ സ്റ്റേജിലായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോഴേക്കും അവരത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ ഡിസൈനിലേക്കൊക്കെ വരാനാണെങ്കിൽ കുറച്ച് സ്ലീക്ക് ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. അധികം സൈസൊന്നുമില്ല. പിന്നെ ഞാൻ ഈ പഴയ ഫോണിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ഗ്രില്ലായിട്ടാണ് എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത്. അങ്ങനെ ഒരുപാട് വലിയ സൈസൊന്നുമില്ല. പിന്നെ ലോഗോ ആണെങ്കിലും അതിന് മുകളിലായിട്ട് ബോഡി പാനലാണ് വരുന്നത്, ഗ്രില്ലിലല്ല. LED ഹെഡ് ലാംപ്സ്, LED DRLs, സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ LED ഫിനിഷിലൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ താഴത്ത് നമുക്ക് ചെറിയൊരു എയർ വെൻ്റ് പോലെ അവൈലബിൾ ആണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഡിസൈൻ ആസ്പെക്റ്റിൽ വലിയ കുഴപ്പമൊന്നുമില്ല കാണാൻ. അതിനിപ്പോൾ സൈഡ് പ്രൊഫൈൽ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം നല്ല സൈസുള്ള വണ്ടിയാണ്. പിക്ചേഴ്സിൽ കാണുമ്പം വലിയൊരു സൈസ് തോന്നുന്നില്ല എങ്കിൽ പോലും 4,550 മില്ലിമീറ്റേഴ്സിനടുത്ത് ഈ വാഹനത്തിന് ലെങ്ത്ത് വരുന്നുണ്ട്. വിട്ടാണെങ്കിലും 1,840 മില്ലിമീറ്റേഴ്സിനടുത്തുണ്ട്. ഹൈറ്റ് 1.6 മീറ്റേഴ്സിന് കുറച്ച് മുകളിലാണ് നിൽക്കുന്നത്. വീൽ ബേസ് കുറച്ച് കുറവാണ്, 2,660 മില്ലിമീറ്റേഴ്സിനടുത്തേ ഉള്ളൂ. അതായത് നമ്മുടെ ക്രെറ്റയേക്കാൾ ഏകദേശം ഒരു 50 മില്ലിമീറ്റേഴ്സിനടുത്ത് വീൽ ബേസ് കൂടുതലുള്ളൂ. പക്ഷേ അല്ലാണ്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ നിങ്ങളുടെ വീൽസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വീൽസ് കുറച്ച് അടുത്തായിട്ടാണ് ഇരിക്കുന്നത്. ബാക്കിലേക്കുള്ള ഓവർ ഹാങ് ഇത്തിരി കൂടുതലാണ്. പക്ഷെ എന്നാലും ഓവറോൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്രെറ്റ സെഗ്മെൻറ്റിലുള്ള വണ്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല. അതിനേക്കാളൊക്കെ അത്യാവശ്യം സൈസുള്ള വാഹനം തന്നെയാണ്. 18-inch അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് മിറേഴ്സൊക്കെ നമ്മൾ ഏകദേശം സിവിക്കിൽ കാണുന്ന പോലെയാണ്. പിന്നെ റൂഫിലായിട്ട് ഷാർക്ക് ഫിൻ ആൻറ്റന അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പം റിയർ പ്രൊഫൈൽ എടുക്കാനാണെങ്കിൽ പോലും അവിടെയും നമുക്ക് നല്ല ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. റിയർ ചിലപ്പോൾ അത്ര അട്രാക്റ്റീവായിട്ട് ഒരുപാട് ആൾക്കാർക്ക് തോന്നുന്നില്ലായിരിക്കും, പക്ഷേ എനിക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നിയത്. സ്മോക്ക്ഡ് ഔട്ട് ടെയിൽ ലാംപ്സ് ഒക്കെ ഇതിൻ്റെ ചില വേർഷൻസിൽ അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ LED ടെയിൽ ലാംപ്സ് ആണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ട്വിൻ എക്സോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് ഇതിൻ്റെ ത്രൂ ഔട്ട് ബോഡി ക്ലാഡിംഗ് ആയിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് ബ്ലാക്ക് അല്ല. ബാക്കിൽ EHEVയുടെ ബാഡ്ജിങ്, ZR-Vയുടെ ബാഡ്ജിങ്, ഹോണ്ടയുടെ ലോഗോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് EHEV അല്ലാത്ത നോർമൽ പെട്രോൾ, ടർബോ പെട്രോൾ വേർഷനും ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇതിൻ്റെ ഡിസൈനാണല്ലോ നോക്കുന്നത്. ഇനി ബൂട്ട് സ്പേസ് ഹൈബ്രിഡ് വേർഷൻ എടുക്കുകയാണെങ്കിൽ ഇത്തിരി കുറവാണ്. 370 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസേ ഉള്ളൂ. ഇതിൻ്റെ താഴത്തുള്ള ഇപ്പോൾ ഈവൻ ക്രെറ്റ സെഗ്മെൻറ്റിൽ വരുന്ന മിക്ക വാഹനങ്ങളിലും നമുക്ക് 500 ലിറ്റേഴ്സിനടുത്തൊക്കെ ബൂട്ട് സ്പേസ്, അല്ലെങ്കിൽ 400-ന് മുകളിൽ ബൂട്ട് സ്പേസ് അവൈലബിൾ ആണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഹൈബ്രിഡ് ആയതുകൊണ്ട് നമുക്ക് അവർ അഡീഷണൽ ബാറ്ററി പാക്ക് അവിടെ വരുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി വളരെ നല്ലതാണ്. നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ഹോണ്ട വാഹനങ്ങളുടെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ ഇത്തിരി ആവറേജ് ആണ്. സംഭവം ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒന്നും അവർ അധികം കൊടുത്തിട്ടില്ല. സിറ്റിയിലും എലവേറ്റിലുമാണ് നമുക്ക് കുറച്ചെങ്കിലും ഡാഷ്ബോർഡിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഈ വണ്ടി അങ്ങനെയല്ല. ടോപ്പ് പോർഷൻ ആയാലും അതുപോലെ നമ്മുടെ ഡാഷ്ബോർഡ് ലെയേഴ്സ് ഒക്കെ ആയാലും ഇഷ്ടംപോലെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് അവർ കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡ്സിലുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ ലെതർ റാപ്ഡ് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് പാറ്റേൺ ഇന്ത്യയിലുള്ള വാഹനങ്ങളിൽ കണ്ടിട്ടില്ലായിരിക്കും. പിന്നെ 9-inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്.
വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് OTA അപ്ഡേറ്റ്സ് ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സോൺ ഓട്ടോ AC ആണ് വരുന്നത്. അതിനകത്ത് റോട്ടറി നോബാണ് കൊടുത്തിരിക്കുന്നത്. നല്ല പ്രീമിയം ഫിനിഷാണ് ഹോണ്ടയുടെ ഇങ്ങനത്തെ AC കൺട്രോൾസിന്. അത് പണ്ട് വളരെ നല്ലതായിരുന്നു. പക്ഷേ ഈ ഒരു ഇപ്പോഴത്തെ ജനറേഷൻ ലെവേറ്റിനൊക്കെ അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് ആണ് വരുന്നത്. അത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതും ഒരു ആവറേജ്, അതായത് ഒരു ഡീസൻറ്റ് ക്വാളിറ്റി എന്ന് നമുക്ക് പറയാം. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ 12.3 ഇഞ്ച് സൈസാണ് കൊടുത്തിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ല ഒരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന AC വെൻസിൻ്റെ പാറ്റേണും കാണാൻ അത്യാവശ്യം രസമുണ്ട്. ഒരൊറ്റ ഫ്ലോയിൽ പോകുന്ന പോലെ തന്നെ നടുവിൽ ഹസാർഡ് ലൈറ്റ്, ലെഫ്റ്റ് സൈഡിലൊരു വെൻറ്റ്, റൈറ്റ് സൈഡിലെ വെൻറ്റിന് പ്രത്യേകിച്ചൊരു സ്റ്റോപ്പറൊന്നും ഇല്ലാത്ത പോലെയാണ് അങ്ങ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ കൺസോൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസിൻ്റെ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് മോഡ് സെലക്ടർ, അതായത് ഡ്രൈവ്, ന്യൂട്രൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബട്ടൺസിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഹിൽ ഡിസിൻ കൺട്രോൾ, അതുപോലെ കപ്പ് ഹോൾഡേഴ്സ്, വയർലെസ് ചാർജർ, പിന്നെ ചാർജിങ് പോയിന്റ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. അതും കാണാൻ അത്യാവശ്യം രസമുണ്ട്. നല്ലൊരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെൻറ്റർ കൺസോളായിട്ട് നമുക്ക് തോന്നും. അതുപോലെ ഇതിൻ്റെ അകത്ത് ബ്രേക്ക് ഹോൾഡർ, അതായത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ ഹിൽ ഹോൾഡർ സിസ്റ്റം സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ മുകളിലുള്ള തട്ടിന് തൊട്ട് താഴത്ത് നമുക്ക് വേറൊരു സ്റ്റോറേജ് ഏരിയ പോലെയും വരുന്നുണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് ചാർജിങ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ഇനി സീറ്റ്സ് എടുക്കാനാണെങ്കിൽ ഈ വണ്ടിയിൽ ഇപ്പം നമുക്ക് ഓൾ ബ്ലാക്ക് സീറ്റ്സ് ആണ് കിട്ടുന്നത്. ലെതററ്റ് ഫിനിഷിലാണ് സീറ്റ്സ് വരുന്നത്. ഡിസൈൻ എന്നൊക്കെ നല്ലതാണ്. ഹോണ്ടയുടെ പൊതുവേ സീറ്റ്സ് എപ്പോഴും നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇരിക്കാനൊക്കെ. അത്യാവശ്യം നല്ല സോഫ്റ്റ് കുഷനിങ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഹീറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. വെൻറ്റിലേറ്റഡ് സീറ്റ്സ് അവൈലബിൾ അല്ല. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരെന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഈ വണ്ടി വരാനുള്ളൊരു റൂട്ട് അനുസരിച്ച് നോക്കാനാണെങ്കിൽ മാറ്റം വരുത്താനുള്ള സാധ്യത കുറവാണ്. പിന്നെ ബാക്കിലൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് സിവിക്കിൻ്റെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും കുറച്ച് വീൽ ബേസ് കുറവായതുകൊണ്ടും സ്പേസ് നമുക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിൽ കിട്ടുന്നില്ല. ആവറേജ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ഓവറോൾ വലിയ കുറ്റം പറയാൻ പറ്റില്ല. ഇനി അടുത്തതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഈ വണ്ടി വരുന്നൊരു കാര്യം പറയാം. ഇത് CBU റൂട്ട് വഴിയായിരിക്കും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. അതായത് ഒരു ഫുള്ളി ഇമ്പോർട്ടഡ് വേർഷനായിട്ടാണ് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. CKD ആയിട്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഒരു ഇത്തിരി വില കൂടാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള റെസ്പോൺസ് കണ്ടിട്ടായിരിക്കും ഹോണ്ട പിന്നീട് CKD, അതായത് കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ എന്നുള്ള രീതിയിൽ കൊണ്ടുവരണോ വേണ്ടോ എന്നൊക്കെ ആലോചിക്കുന്നത്. ഇതിന് മുന്നേ ഒരു CKD ഓപ്പറേഷൻസ് ഇവിടെ നടത്തിയിട്ടുണ്ട്. ചിലപ്പം അതത്ര സക്സസ്ഫുൾ അല്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കും ഇപ്പോൾ CKD ആക്കാതെ CBU റൂട്ടിൽ തന്നെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. ഇനി അടുത്ത ഈ വാഹനത്തിൻ്റെ പവറാണ്, അല്ലെങ്കിൽ എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. ഇൻ്റർനാഷണലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടർബോ പെട്രോളും അതുപോലെ ഹൈബ്രിഡ് ഒക്കെ ഉണ്ട്. പക്ഷേ ടർബോ പെട്രോൾ വരുന്ന ഒരു 1.5 ലിറ്റർ ടർബോ ആണ്. അതിൻ്റെ അകത്ത് ഏകദേശം 174 PS പവറും അതുപോലെ 280 ന്യൂട്ടൺ മീറ്റേഴ്സിന് അടുത്ത് ടോർക്കുമാണ് ലഭിക്കുന്നത്. പക്ഷേ അത് CVT ട്രാൻസ്മിഷൻ്റെ കൂടെയാണ് പെയർ ചെയ്ത് വരുന്നത്. പിന്നെ കിട്ടുന്നത് ഹൈബ്രിഡ് ആണ്. നമുക്ക് ഇന്ത്യയിൽ ആക്ച്വലി ഇതിൻ്റെ ഹൈബ്രിഡ് ആണ് അവർ കൊണ്ടുവന്നതിനെ പറ്റി തീരുമാനിച്ചിരിക്കുന്നത്. സോ അത് ഒരു 2 ലിറ്റർ ഹൈബ്രിഡ് പവർ ട്രെയിനോട് കൂടിയാണ് വരുന്നത്. 2 ഇലക്ട്രിക് മോട്ടർ ഉണ്ട്, അതുപോലെ ഒരു ബാറ്ററി ഉണ്ട്, ലിഥിയം അയൺ ബാറ്ററിയാണ്. നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന 184 PS അടുത്ത് പവറും 340 ന്യൂട്ടൺ മീറ്റേഴ്സിന് അടുത്ത് ടോർക്കുമാണ്. ഈ CVT ട്രാൻസ്മിഷനായിട്ടാണ് അത് പെയർ ചെയ്തിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് ഹോണ്ട ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്ന പുതിയ ZR-Vയുടെ ഡീറ്റെയിൽസ്. കൊണ്ടുവരില്ലയോ എന്നുള്ള കാര്യം ഞാൻ ഇനി കുറച്ച് കഴിയുമ്പോൾ അവർ കൺഫേം ചെയ്യുമ്പോൾ പറയാം. എന്തായാലും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വണ്ടിക്ക് ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാം ലഭിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.